അമ്മേ. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽഡ് കസ്റ്റമൈസേഷൻ വീഡിയോ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നൗ ഈസ് ദ ബെസ്റ്റ് ടൈം. കാരണം വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തകർത്ത് പൊട്ടിച്ചൊക്കെ വെച്ചേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പെട്ടെന്ന് പൊട്ടുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് റിവ്യൂ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് സൈഡ്, വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു ഗോൾഡൻ USD ഫോർക്ക് ഇതിപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പാഷെ RR310 ലേറ്റസ്റ്റ് ജനറേഷൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോമിനർ 400ൻ്റെ BS6 വരുന്ന ടൈപ്പ് ടോളായിട്ടുള്ള ഒരു വൈസർ, വിൻഡ് ഗ്ലാസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ലുക്ക് അത്യാവശ്യം നൈസ് ലുക്ക് ഈ ഒരു വൈസർ വരുന്നത്. അപ്പോൾ അതാണ് കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റിങ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് 2 ഹോൾസ് ഇട്ടിട്ട് ഇതിൻ്റെ നമ്മുടെ ASൻ്റെ ബൈ ഡിഫോൾട്ട് വരുന്ന വൈസറിന് 2 സൈഡിൽ ഹോളുണ്ട്, അതിലേക്ക് ഇത് സെറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ഒറ്റ ഹോള് കിട്ടുന്നുണ്ടായിരുന്നു, അതിലോട്ടൊരു നട്ടിട്ട് വെച്ചു. അങ്ങനെയാണ് ഫ്രണ്ട് വൈസർ വെച്ചേക്കുന്നത്. കംപ്ലീറ്റ് ഒരു ക്ലീൻ ബിൽഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന. നമുക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ട്, അതായത് ഫുൾ എൻറ്റയർ കിറ്റ് അഴിച്ച് നല്ല ക്ലീൻ ആയിട്ട് നല്ല റബ്ബർ ബൂഷും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോപ്പർ നട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട്. കുറച്ച് പൊട്ടലും ക്രാക്സും ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്, അത് കാണാൻ പറ്റും. അതൊന്നും വിഷയമുള്ള കേസല്ല, അതൊക്കെ മാറാനായിട്ടുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വണ്ടി ക്ലീൻ ആയിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അതെല്ലാം സെറ്റാക്കണം. ദെൻ ഫ്രണ്ടിൽ അത്രയേ ഉള്ളൂ. നമ്മൾ മഡ് ഗാർഡ് വെക്കാനായിട്ട് നോക്കി, പക്ഷേ സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് എടുക്കുന്നുള്ളതുകൊണ്ട് ആ മഡ് ഗാർഡ് വന്ന് മുകളിൽ ഇടിച്ചിട്ട് ആദ്യത്തെ മഡ് ഗാർഡ് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് മഡ് ഗാർഡിൻ്റെ കേസ് ഞാൻ അവിടെ നിർത്തി, മഡ് ഗാർഡ് വെക്കണ്ടെന്ന് വെച്ചു. ദെൻ USD ഫോർക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടീ സ്റ്റെം വരുന്നത് ഡോമിനറിൻ്റെയാണ്, ടീ സ്റ്റെമ്മും കാര്യങ്ങളെല്ലാം വരുന്നത്. ദെൻ ടോപ്പ് പ്ലേറ്റ് വരുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് NS400 ഉണ്ടല്ലോ, NS400ൻ്റെ ടോപ്പ് പ്ലേറ്റ്. ഞാൻ ഡോമിനറിൻ്റെ തന്നെ മേടിക്കാനായിട്ടായിരുന്നു ചെന്നത്, പക്ഷേ അവിടെ സ്റ്റോക്ക് ഇല്ലാഞ്ഞുകൊണ്ട് ഈ ഒരു NS400ൻ്റെ ടോപ്പ് പ്ലേറ്റ് മേടിച്ചു. അതിൽ ഫിറ്റിങ്ങിൻ്റെ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. അതായത് ഈ സസ്പെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയസിനെക്കാട്ടിലും ചെറിയ സസ്പെൻഷൻ, അതായത് ഫുൾ ടൈറ്റ് ചെയ്താലും സസ്പെൻഷൻ നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടിരിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു. പുതിയ സസ്പെൻഷൻ മേടിച്ചിട്ട്, ടോപ്പ് പ്ലേറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു കുറച്ച് പോർഷൻ ഗ്രൈൻഡ് ചെയ്ത് അങ്ങ് കളഞ്ഞു. അതുപോലെ തന്നെ ഈ സൈഡിൽ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഈ ഒരു സസ്പെൻഷൻ നല്ല രീതിയിൽ ടോപ്പ് പ്ലേറ്റിൽ പിടിച്ചത്. അപ്പോൾ അതാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് പ്ലേറ്റിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് വരുന്നത് ഈ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ വെക്കാവുന്ന സെറ്റപ്പ് ആയതുകൊണ്ട് ആ ഒരു കൺവേർട്ടർ അവിടെ നിന്ന് ഊരി മാറ്റേണ്ട ഒരു ഇത് വന്നു. അപ്പോൾ അത് ഊരി കളഞ്ഞപ്പോൾ തന്നെ കുറച്ച് ക്ലീനായി. ഹാൻഡിൽ ബാർ റൈസറും കാര്യങ്ങളും വെച്ച് ആ ഒരു കൺവേർട്ടർ എല്ലാം കൂടെ വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ ഹാൻഡിൽ ബാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ADV 390യുടെ ഹാൻഡിൽ ബാറാണ് KTMൻ്റെ വന്നിരിക്കുന്നത്. സ്വിച്ചസും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ഫിറ്റിംഗ് അല്ല. കാരണം ഇതിനകത്തോട്ട് ഒരു ഹോൾ ഇട്ടിട്ട് വേണമായിരുന്നു നമ്മുടെ പൾസറിൻ്റെ സ്വിച്ചസ് വെക്കാനായിട്ട്. അപ്പോൾ ഹോൾ ഇടാണ്ട് നോക്കിയപ്പോൾ ഡ്രിൽ ബിറ്റ് വളഞ്ഞു പോയി. പിന്നെ അതവിടെ നിർത്തി വെച്ചു. പിന്നെ ഞാൻ ഹോളൊക്കെ ഇട്ട് പയ്യെ സെറ്റ് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് അതാ ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടോ. സ്വിച്ചസ് കറക്റ്റായിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിറേഴ്സ് നമുക്ക് ബൈ ഡിഫോൾട്ട് വണ്ടി എടുത്തപ്പോൾ തന്നെ ഡ്യൂക്കിൻ്റെ മിറേഴ്സാണ് കിട്ടിയത്. ഞാൻ മാറ്റായിട്ട് പോയില്ല. ഓഫ് റോഡൊക്കെ പോകുന്ന നേരത്ത് അത് ജസ്റ്റ് അഴിച്ചു വെക്കുക, അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. ഓഫ് റോഡ് പോകുന്ന നേരത്ത് ഓൺ റോഡ് മിറേഴ്സ് അത്യാവശ്യമാണ്. കാരണം പുറകിൽ വരുന്ന വണ്ടികൾ ഇത് കൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ സ്പോക്ക് വീല് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് റീബോൺ എന്ന് പറയുന്നൊരു മോഡലിൻ്റെ 19 ഇഞ്ച് സ്പോക്സാണ് കിടക്കുന്നത്. ഇപ്പം ടയർ വന്നിരിക്കുന്നത് 100-90-19 റേസിൻ്റെ ടയേഴ്സാണ്. മൾട്ടിപർപ്പസ് ടയേഴ്സാണ്. റോഡിലൊക്കെ അത്യാവശ്യം നല്ല കോർണറിങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല എഡ്ജ് വരെ ഞാൻ എടുത്തു പോയിട്ടുണ്ട്, കോർണർ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ടയർ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് വരുന്നത് സ്റ്റോക്ക് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഡിസ്ക് പ്ലേറ്റ് വരുന്നത്. ദെൻ ഡ്യൂക്കിൻ്റെ കാലിപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ എത്രയൊക്കെ കേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോൾ സിമ്പിളാണ്. ഇതിനകത്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിൽ, നടുക്കൂടെ പോകുന്ന ആക്സിൽ നമ്മൾ അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നൊരു സെൻറ്റർ ആക്സിലാണ് ഫ്രണ്ട് ഇതിൽ കിടക്കുന്ന ടയറിൻ്റേത്. ദെൻ സ്പേസേഴ്സ് നമുക്ക്, അതായത് സ്പേസേഴ്സ് നമ്മുടെ ഇതിൻ്റെ
ഡിസ്കിൻ്റെ സ്പേസേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സ്പേസർ ഇട്ടാണ് ഇതിനെ സെൻറ്റർ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ അതായത് ഇതിങ്ങനെ കാണുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷേ ഇതങ്ങോട്ട് പണിത് വരുമ്പോൾ ഉണ്ടല്ലോ മോനെ തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു ഡിസ്ക് കറക്റ്റ് സെൻറ്റർ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കണക്ക് കൂട്ടലുകളിൽ സ്പേസർ ഇട്ടങ്ങ് കയറ്റി കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെൻറ്റർ വണ്ടി ബട്ടറി സ്മൂത്തായിട്ട് ഫ്രണ്ട് ടയർ റോൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വണ്ടി എൻറ്റയർ മോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പിസ്റ്റൺ അഡിക്സ് ആണ്. കാരണം ഞാൻ ആ ഫസ്റ്റ് വണ്ടിയുടെ ഈ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്ത് സജഷൻസ് ഒക്കെ ചോദിക്കുക നമ്മുടെ ഷോയ് കിഡിനോടാണ്. അവനോട് പറഞ്ഞാടാ എനിക്ക് ഞാൻ ആ ഫസ്റ്റ് എടുത്ത് കരീഷ്മ ഓടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടോ, എനിക്ക് ഒരു ADV വണ്ടി വേണം, അപ്പോൾ എനിക്കൊരു കരീഷ്മ വേണമെന്ന് പറയുമ്പോൾ അവൻ പറയാടാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടെ പവറുള്ള വണ്ടി നോക്ക്. അവനും ദെൻ അവിടെയുള്ള ഗ്യാങ് തന്നെയാണ് ഈ ഒരു പിസ്റ്റൺ അഡിക്സും കാര്യങ്ങളെല്ലാം വരുന്നത്. അവരെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞടാ നീ NS എടുക്ക്, NSO AS എടുക്ക്, അതാകുമ്പം അഡ്വഞ്ചർ ലുക്കുമാണ്, ദെൻ നമുക്ക് എല്ലാം പണിയും. കാരണം അവർക്ക് അതായത് എനിക്ക് തോന്നുന്നു 2019-18 കാലഘട്ടം തൊട്ട് അവർ ബജാജിൽ പണിത് ഇതിൻ്റെ നട്ട് ബോൾട്ട് വരെ അവർക്ക് എല്ലാം അറിയാം. സോ എന്നോട് പറയും നീ ധൈര്യമായിട്ട് എടുത്തു, എന്നാ പണി വന്നാലും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കസ്റ്റമൈസേഷന് റേറ്റ് ആയിട്ടുണ്ട് വണ്ടി ഓവറോൾ പണിയാനായിട്ട്. കാരണം പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് പണിയെടുത്തിട്ടുണ്ട്. പുള്ളിയും പല കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് പഠിച്ച് ആണ് വരുന്നത്. അപ്പോൾ പിസ്റ്റൺ അഡിക്സ് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുള്ളി കംപ്ലീറ്റ് എന്നോട് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു USB ഓക്കെ ആയിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു എടാ എക്സ്പൾസിൻ്റെ സസ്പെൻഷൻ കയറ്റി നോക്കാം. കാരണം ഓഫ് റോഡ് സെൻട്രിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് എക്സ്പൾസിൻ്റെ ആണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് വണ്ടിയിൽ വെച്ചിരുന്നത് എക്സ്പൾസിൻ്റെ സസ്പെൻഷനും 21 ഇഞ്ച് ഫ്രണ്ട് വീലും കാര്യങ്ങളും എല്ലായിരുന്നു. പക്ഷെ അത് അത്ര വെൽ ബാലൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. വണ്ടിയുടെ ലുക്കിനെ എന്തോ ഒരു അപാകത പോലൊക്കെ തോന്നി. അങ്ങനെ രണ്ടാമത് ഞാൻ പറയുമ്പോഴത്തേക്കും എന്നോട് ഞാൻ എന്നാൽ USD തന്നെ കൺവേർട്ട് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് നേരെ കണ്ണും പൂട്ടി USD അങ്ങ് കയറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫ്രണ്ട് കയറ്റിയതിൻ്റെ ഒരു എക്സ്പെൻസ് എനിക്ക് പൊട്ടി. ദെൻ അത് വേറൊരു AS200 ആൾക്ക് സെയിലടിച്ചു. അങ്ങനെ രണ്ടാമത് ഇത് പണിത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് ഓക്കെ. കാരണം ആ USD4 ആ ഒരു കിറ്റിനകത്ത് നല്ല ഫീൽ ചെയ്താണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ബൾക്കി ഫീലും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്. വണ്ടിയുടെ ടേണിങ് റേഡിയസ് അതിമാരകമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ടോപ്പ് പ്ലേറ്റിൻ്റെ ഈ ഒരു പോർഷൻ നേരെ വന്ന് ഇടിക്കുന്നത് ഈ ടാങ്കിൻ്റെ കിറ്റിൻ്റെ ഈ സൈഡിനട്ടാണ്. അതായത് ഇത്രയേ ഉള്ളൂ ടേണിങ് റേഡിയസ് വണ്ടിക്ക്. പുറത്തോട്ട് തിരിച്ചാലും ഈ കിറ്റയിൽ വന്ന് തട്ടി അവിടെ അങ്ങ് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമായി തോന്നി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് NS 400-ൻ്റെയും ടാങ്കിൻ്റെ കിറ്റൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ടോപ്പ് പ്ലേറ്റ് ഇവിടെ തട്ടുന്നു എന്നുള്ളത് അടുത്ത തവണ അഴിക്കുമ്പോഴത്തേക്കിനും അതൊന്ന് നോക്കണം. അപ്പം അതൊരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു ഫ്രണ്ട് സൈഡിൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഫ്രണ്ടിൽ ഫുള്ള് പണിതിട്ടുള്ളത്. അധികം വേറെ വണ്ടിയുടെ ഷേപ്പിനെ തൊട്ട് കളിച്ചിട്ടില്ല. ഷേപ്പൊക്കെ അതുപോലെ തന്നെ സ്റ്റോക്ക് ഷേപ്പാണ് വണ്ടിക്ക് കിറ്റിൽ കൊടുത്തേക്കുന്നത്. കിറ്റിൽ അങ്ങനെ കസ്റ്റമൈസേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ദെൻ നമുക്ക് പുറക് സെക്ഷനിലോട്ട് വരാം. പുറകിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് SD അഡ്വഞ്ചർ ഉണ്ടല്ലോ, അഡ്വഞ്ചറിൻ്റെ ഫുള്ള് പുറക് ടയർ കാര്യങ്ങൾ നടക്കുന്നത്. ആ ഒരു സ്പോക്കും ടയറും അതിൻ്റെ ഡിസ്ക്, അതിൻ്റെ ABSൻ്റെ ആ റിങ് ഒക്കെ കാണുന്നത്. ABS ഇല്ല നമുക്കിപ്പോൾ വണ്ടിക്ക്. BS3 ABS ഒന്നും ഇല്ലാത്തൊരു അഴിച്ചു വിട്ടൊരു സാധനമാണല്ലോ. അപ്പോൾ അത് വെറുതെ ഒരു ഭംഗിക്ക് അവിടെ വെച്ചേക്കുന്നു. പിന്നെ കാലിപ്പറും കാര്യങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ തന്നെയാണ്. ദെൻ സ്വിങ്ങാം വരുന്നത് സ്റ്റോക്കാണ് കേട്ടോ. സ്റ്റോക്ക് സ്വിങ്ങാം ലേത്തി കൊണ്ടുപോയി വൈഡാക്കി, അത്യാവശ്യം നല്ല രീതിയിൽ വൈഡാക്കിയിട്ടാണ് ഈ ഒരു ടയർ കയറ്റിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ റിമ്മ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 സൈസ് വരുന്നത്. അപ്പോൾ അത് ഇതിൽ കയറില്ല. എനിക്ക് തോന്നുന്നു AS-ൻ്റെ 130 സെക്ഷൻ വരുന്നത് പുറക്. അപ്പോൾ ഈ റിമ്മ് കയറണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് വൈഡാക്കണം, അല്ലെങ്കിൽ വേറെ നമ്മൾ റിയർ സ്വിങ്ങാം നോക്കേണ്ടി വരും. അപ്പോൾ അതിലും ബെറ്റർ ഇതങ്ങ് വൈഡ് ചെയ്തെടുത്തു. അപ്പോൾ ടയർ 150 ഇടാൻ പറ്റത്തില്ല, കാരണം ഇത് സ്വിങ്ങാമേ തട്ടും. ടയറിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ടയർ തൊട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു
രീതിക്കാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഇട്ടേക്കുന്ന 140 സെക്ഷൻ ട്രാംപ്ലറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ കിടുക്കൻ ടയറാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്രയും റഫ് യൂസ് ചെയ്തിട്ടും ഇതിനകത്തുനിന്നൊരു തേയ്മാനം പോലും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് കേട്ടോ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. വണ്ടി റോഡിൽ പെർഫോമൻസ് ടയർ തരുന്നതുണ്ടല്ലോ, ഒരു വേറെ മൂഡാണ്. മൾട്ടിപർപ്പസ് ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. അപ്പോൾ ടയർ പക്ക, ഒന്നും പറയാനില്ല. അപ്പോൾ അവിടെ ട്രാംപ്ലർ ഇട്ടേക്കുന്നത്. ദെൻ ടെയിൽ സെക്ഷനിൽ എന്തൊക്കെയാണ് പണിതേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻറ്റയറിലെ ഒരു ഡോമിനറിൻ്റെ ഒരു സെക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത്. കാരണം ഡോമിനറിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് അയച്ചേക്കുന്നത്, അതുപോലെ ഈ ഒരു പുറകിലത്തെ ഈ ഒരു ഫുൾ എൻറ്റയർ ഗ്രാബ് റെയിലും കാര്യങ്ങളും എല്ലാം ഡോമിനറിൻ്റെയാണ് വെച്ചേക്കുന്നത്. പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോമിനറിന് നടുക്കൂടെ ഒരു പീസും കൂടെ ഒരു പ്ലാസ്റ്റിക് പീസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് വെക്കണ്ട, അത് ഒഴിവാക്കിയേക്ക്, നല്ല ഫുള്ളായിട്ട് തന്നെ ആ ഫുൾ ലൈറ്റ് അങ്ങ് ഇരുന്നോട്ടെ. ഞാൻ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. ലൈറ്റ് ചെറുതായിട്ടൊരു 2 പോർഷൻ പോയിട്ടുണ്ട്, കാണാൻ പോകുന്ന അറിയത്തില്ല. നല്ല വെയിലുണ്ട് ഇവിടെ കേട്ടോ. ലൈറ്റിന് ചെറിയൊരു കറക്ഷനും കൂടെ ചെയ്യാണ്ട്, താഴത്തെ കുറച്ച് പോയി കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലൈറ്റ് പുറകിൽ നിന്ന് നല്ല വലിയ ലൈറ്റാണ് വരുന്നത്, ആ ഒരു ബ്രേക്ക് ലൈറ്റ്. അപ്പോൾ പുറക് പീസ് ഫുള്ള് അതാ ചെയ്തേക്കുന്നത്. വെട്ടുകാലിയൊക്കെ ഹായ് ഹായ്, പേടിക്കണ്ട, പേടിച്ചിട്ട് പുറകോട്ടൊക്കെ പോകണം. ഹായ് ഹായ്, വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുള്ളി. ഡാവേ ഇവിടെ ഇവിടെ ആ എന്നാ എന്നാ പരിപാടി? അപ്പോൾ ഗൈസ്, അത്രയും കാര്യങ്ങളാണ് വണ്ടിയിൽ നമ്മളായിട്ട് ചെയ്തിട്ടുള്ളത്. വണ്ടി എടുത്തപ്പോൾ എനിക്ക് ഒരു സൈഡിലത്തെ ക്രാഷ് ഗാർഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ വരാട്ടുമേട് കയറിയപ്പോൾ, അതായത് ജനുവരി 1, 2026 വരാട്ടുമേട് കയറിയപ്പോൾ ഞാൻ വണ്ടി ഒന്ന് മറിച്ചിട്ടു. കാര്യം വേറൊന്നും അല്ലായിരുന്നു, ഫ്രണ്ട് ടയറിൽ എയർ നല്ല കൂടുതലായിരുന്നു. ടയർ നേരെ ഒരു ഉരുളങ്കല്ലിൽ കയറിയിട്ട് വണ്ടി വേറെ വഴിക്ക് പോകുന്നത് കണ്ടു. ഞാൻ തെറിച്ച് വേറെ വഴിക്കും പോയി. അങ്ങനെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു ഹോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ പൊട്ടിയിരിക്കുന്നതാണ്. ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ ക്രാക്ക് ഉണ്ട്, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറണം. പിന്നെ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഗാർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പീസ് അതേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഗാർഡൊക്കെ പൊട്ടിപ്പോയി, അതൊക്കെ ഇങ്ങനെ കളഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി ക്ലിയർ ചെയ്തെടുക്കണം. അതുപോലെ വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ ഒരു നോബ് ഉണ്ടായിരുന്നു, റിസർവും അതുപോലെ തന്നെ മെയിനും ആക്കുന്നത്, അതും മിസ്സായി. അതുപോലെ ചെറിയൊരു കല്ലടിച്ച് കയറി കറങ്ങിയതാണ്. നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു കവറിങ് ഉണ്ടായിരുന്നു, അതും പോയി. അപ്പോൾ അതും ക്ലിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നശിപ്പിക്കാണ്ടിട്ടുണ്ട്. കിറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് രണ്ടാമത്തെ പുതിയ കിറ്റൊക്കെ കയറ്റാനുള്ള പ്ലാനുണ്ട്. അങ്ങനെയാണ് എൻറ്റയർ വണ്ടിയുടെ കസ്റ്റമൈസേഷൻ ചെയ്തേക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഫാൻ, റേഡിയേറ്ററിൻ്റെ ഫാൻ, അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാൻ ഡയറക്റ്റ് കയ്യിലാണ് കൊടുത്തേക്കുന്നത്. കാരണം ഓഫ് റോഡൊക്കെ പോകുന്ന നേരത്തെ എക്സ്ട്രീം ലെവലിലോട്ടായിരിക്കും വണ്ടിയുടെ എഞ്ചിൻ പുഷ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ AS എൻറ്റയർ മോഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റിയർ സസ്പെൻഷൻ അത് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാഞ്ഞത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗായ്സ് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ AS. ഇനിയും പണികൾ വരുന്നുണ്ട്, ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ ഐഡിയ പ്ലാൻ മൈൻഡിലുണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് കുറേ കാര്യങ്ങൾ ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ അത് പിന്നെയും കറക്റ്റ് ചെയ്താണ് ഇത്രയെങ്കിലും പണിത് വണ്ടി എത്തിച്ചത്. അതുപോലെ തന്നെ ഇനിയും പണികൾ ഉണ്ടാവും, ഇനിയും വണ്ടികളും വരും. അപ്പോൾ എല്ലാവരും സബ്ബൊക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ഇനിയും കാണാം. ഓക്കെ, ബൈ.